ഹേ ഗൈസ്, ഇന്ന് നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നു, ഉറക്കപ്പിച്ചിലായിരുന്നു പകുതിയും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇടുക്കിയിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ കയറി. അത് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലോട്ടാണ്. ഏകദേശം 1 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട്. അങ്ങനെ നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്മിഷൻ എടുക്കാനുള്ള ബ്ലോക്ക്. പിന്നെ ഇവിടെ ഫുൾ കാടും സംഭവമൊക്കെയാണ്. എറണാകുളം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര പച്ചപ്പുണ്ട്. ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഒരു 9:30 ഒക്കെ ആകുമ്പോഴാണ്. അതുവരെ വെയിറ്റ് ചെയ്യണം ഇവിടെ. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. അമ്മ, കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? അച്ഛൻ കോളേജിനെ പറ്റി അഡ്മിഷൻ എടുത്ത് നമുക്ക് പറയാം, പോയി വിസിറ്റ് ചെയ്തിട്ട് പറയാം. നമ്മുടെ അഡ്മിഷൻ കഴിഞ്ഞ് നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രിൻസിപ്പളിനെ കയറി കാണാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മളതിന് മുമ്പ് തിന്നാൻ പോവുകയാണ്. ഗൈസ്, നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകണേന്ന്. അപ്പോൾ അഡ്മിഷൻ എടുക്കണേ എങ്ങനെ പ്രൊസീജിയറൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കും ബഹളമൊക്കെ ഇരുന്നു അതിനകത്ത്. അപ്പോൾ ഫോണൊന്നും അധികം കയ്യിൽ പിടിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ ഇവിടെയൊക്കെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണമായിരുന്നു. പിന്നെ അത് പല എന്താ പറയുക, കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മളിങ്ങനെ വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പളൊക്കെ ഉണ്ട്, സൈൻ ചെയ്ത്. അപ്പോൾ ആകെ ഭയങ്കര മെസ്സപ്പായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനോ വ്ളോഗ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകണം, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അപ്ഗ്രേഡ് ചെയ്ത് വേറെ ഏതെങ്കിലും കോളേജ് കിട്ടിയാൽ എന്താ പറയുക അവിടെ അത്. അപ്പോൾ ഇപ്പോൾ ഇടുക്കിയിലാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഏതെങ്കിലും കിട്ടിയാൽ അതിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. ഉറക്കമായിരുന്നു. 4-5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി ഉറങ്ങി. ഇപ്പോഴാണെന്ന് എഴുന്നേറ്റത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ചായ പിടിക്കാനൊക്കെ കയറി ചെറുതായിട്ട്. ഞാനിവിടെ വണ്ടി തന്നെ, ചായ ഒന്നും നമുക്ക് ബാധിക്കുന്ന വിഷയമില്ല.